മുമ്പ് കേട്ടിട്ടുണ്ട് നെഹ്റു AKG പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നല്ല ആത്മവിശ്വാസമുള്ളവർക്ക് വിമർശനം കേൾക്കാൻ സാധിക്കും. ആ വിമർശനം കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് എന്താണ് തനിക്കെതിരെ പറയുന്നത് കേൾക്കാൻ അദ്ദേഹം സഭയിൽ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ മോദിയും നെഹ്റുവും തമ്മിൽ താരതമ്യമൊന്നുമില്ല. എന്നാൽ പോലും മോദിക്ക് ഈ കരഘോഷവും ജയ്വിളികളും മാത്രം കേട്ടാണ് ശീലം. അതുകൊണ്ട് മോദി അങ്ങനെ വന്നിരിക്കാൻ സാധ്യതയില്ല. യഥാർത്ഥത്തിൽ ഈ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി മറുപടി പറഞ്ഞാൽ മതിയോ? പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതുണ്ടോ? ധനമന്ത്രി മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു പക്ഷേ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒന്നും പറയില്ലായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഒരു പരിഹാസം നിറഞ്ഞ മറുപടിയുമായി അടുത്ത ദിവസം വരുമായിരിക്കാം. അങ്ങനെയാണല്ലോ അന്ന് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു രൂപത്തിൽ പ്രതികരണം വരുമോ എന്നറിയില്ല. എന്തായാലും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ട് എന്നുള്ളതാണ്. അത് സർക്കാരിനില്ല എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യമായാലും കർഷകരെ MSPയുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഈ സഭയിൽ നടത്തി കാണിക്കും എന്നാണ് പറയുന്നത്.